എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. admission.uc.ac.in/admission എന്നുള്ള വെബ് പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐ ഹാവ് സർട്ടിഫൈ എന്ന് പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജ് ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടതാണ്. അതായത് SC ST അതുപോലെ തന്നെ OEC കാറ്റഗറിയിലും അതുപോലെ തന്നെ OEC കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഏകദേശം 30ഓളം ജാതീയ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരും 135 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാ വിഭാഗവും ജനറൽ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ അവർ അടയ്ക്കേണ്ടത് 540 രൂപയാണ് ഈ ഒരു മാൻഡറ്ററി ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥി ആണ് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. എന്നാൽ മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ വീണ്ടും മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ കോഴ്സ് മാറ്റി ലഭിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ മാറുകയാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾ വീണ്ടും ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 2-ാം തീയതി വൈകിട്ട് 3 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അതായത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നൽകിയ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിൽ ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ ഇപ്പോൾ ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് ആ ഒരു ഘട്ടത്തിൽ പുതിയൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും പുനഃസ്ഥാപിച്ച് നൽകുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് TC ഒഴികെയുള്ള ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂലൈ 2-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസുകൾ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.